ആ ഡയലോഗ് ഒന്നുകൂടെ പറയാമോ? ഏതാ? ഞാൻ പറയത്തില്ല. ഞാൻ വെറുതെ ജപ്പാനിലേക്ക് അങ്ങനെയാ. അവിടെ ഫാദറിലൊക്കെ എന്താ ഇത് വല്ല അവനറിയാം. ഈ സിനിമയിലൊരു കിളവനുണ്ട്, പൊരട്ട കിളവൻ. എന്ത് മനുഷ്യനെ വെറുപ്പിക്കാവുന്ന അങ്ങേയറ്റം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ബസ്സിൽ അത്തോട്ടെ ഗിഫ്റ്റൊക്കെ അവസാനം എന്നെ കൊന്നുകളയും. ഒപ്പം ഒരു ആശ്വാസമായി. ഓ പോയല്ലോ ഉണ്ടാൻ. അതൊരു പുളിയേലം പോലും എന്നിട്ടൊരു നടനായി ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങേരെ കുറ്റം പറയല്ലോ കേട്ടോ. അത് അങ്ങനെ ഞാൻ പറയണമെങ്കിൽ അങ്ങേരെ അത് എത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പുള്ളി ഞെട്ടിപ്പോയോ ആ സീൻ? അത് പുള്ളി വേണം മാറിക്കണമെന്ന് പറയാ ഡയറക്ടറെ പലസേട്ടാ ഓക്കെ അപ്പം നോക്കി വീണ്ടല്ലോ സുനിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അപ്പോഴും ഞാൻ ഈ ഡയലോഗിൽ പുള്ളി ക്രീമാണ്. പുള്ളിയുടെ ഞങ്ങൾ ആരും അറിയും. കഥാപാത്രം വിട്ടു പോയപ്പോണ്ടാവുള്ളൂ. ഈ കിളവികളുടെ ആരും വന്ന് നമുക്ക് കൂടെ വന്നത് എനിക്ക് വട്ടല്ലേ എന്ന് ചോദിക്കണേ. എനിക്ക് വട്ടല്ലേ. ആദ്യത്തെ വേഷം പെണ്ണായിട്ടാണ്. എൻ്റെ കൂട്ടുകാരി മേരിയുടെ പാവാടയും നീലപ്പാവാടയും വെള്ള ബ്ലൗസ് ഇട്ട് പെണ്ണായിട്ട് മുടിക്ക് വരും തോർത്തിങ്ങനെ കെട്ടിയിട്ടിട്ട് മറ്റു ഡയലോഗുള്ളൂ. അപ്പച്ചാ കുറിച്ച് പച്ചവെള്ളം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അല്ല പ്രേക്ഷകർ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നേ സ്റ്റാറാണ്. അത് ഏതാ വർഷം? 75-ലെ സ്റ്റാറാണ്. നിങ്ങൾ ഇപ്പോഴാണ് കണ്ടത്, കേട്ടല്ലോ. ടോവിനോ ഈ മറ്റേ ARM-ന്റെ പ്രൊമോഷന് ദുബായിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന സംഭവമാണ്. ചേട്ടൻ നല്ല അസ്ത്രീ കൊണ്ടുവന്നു ക്ലീനിക്ക് കൊണ്ടുവന്നിട്ടൊന്നും കിട്ടും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നിട്ട് എന്നോട് ചേട്ടാ തല പിടിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ടോവിനോ ഫിലിംസിനോട് രക്തം ചിന്തി അഭിനയിച്ചൊക്കെ. ഞാനൊരു ഡെഡ് ബോഡി അന്വേഷിച്ചിട്ടാണ് അങ്കമാലിയിൽ എത്തിയേക്കുന്നത്. പക്ഷെ ഡെഡ് ബോഡിക്ക് ഇപ്പം ജീവനുണ്ട്. നമസ്കാരം. നമസ്കാരം. അച്ഛൻ്റെ പേര് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് പുളിയനം പൗലോസ്. അത് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം കേശവക്കുറുപ്പ്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതിരുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പ്രേക്ഷകർ, നമ്മളെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. ആ പ്രേക്ഷകർ തരാൻ വെച്ചിരുന്ന കൈയാണ് കേട്ടോ ഞാൻ അവർക്ക് എടുത്തിട്ടുണ്ട്. അത്ര അടിപൊളിയാണ്. അസാധ്യത. നമ്മൾ മരിച്ചിങ്ങനെ ഇരുന്നാൽ പോലും അങ്ങനെ ഇരിക്കുന്നത് ഒരു അഭിനയം. അതായത് അതിനകത്ത് നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ, കണ്ണിൻ്റെ ഒരു ഇമ്മ പോലും വെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ പ്രേക്ഷകരാ വട്ടം വിട്ടുകൊണ്ട് വരും. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് അഭിനയത്തിലെ കംപ്ലീറ്റ്? ഈ പടത്തിലേക്ക് വരുന്ന ഞാൻ ഗുരുവായൂർ അമ്പലത്തിനിടയിൽ ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. കുറേ ദിവസം വർക്ക് ഉണ്ടായിരുന്നെങ്കിലും ക്യാരക്ടർ ചെറിയ ബേസിലിൻ്റെ അപ്പൂപ്പനായിരുന്നു. അപ്പോൾ അതിനകത്ത് സിജു സണ്ണി ബേസിലിൻ്റെ കൂടെ നായകന്മാരിൽ കൂട്ടുകാരിലൊരാൾ. സിജു വാഴയിലും മറ്റേ മനസ്സിലായി. സിജു മനസ്സിലായി. ഇതിനകത്ത് അച്ഛൻ സിജു പോലീസായിട്ട് ഞാൻ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 1-2 ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് അത് സെറ്റിലായിരുന്നു, ഗുരുവായൂരമ്പലമായിട്ട് സെറ്റിലായിരുന്നു. അപ്പോൾ ലേറ്റ് ശരിയാകുന്നില്ല. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ വർക്ക് തുടങ്ങാൻ സമയം നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോഴും ലേറ്റ് ക്ലിയർ ആകുന്നില്ല. നമുക്ക് കാരവനി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കാരവനി കയറി ഇരുന്ന് പുള്ളിയോട് ചോദിച്ച് അങ്ങനെ എത്തണം. ബാക്കി കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ അഭിനയ ജീവിതത്തിൻ്റെ. അപ്പോൾ എൻ്റെ അന്നത് 50 വർഷമായിട്ടില്ല, 49 വർഷമായിരുന്നു. അപ്പോൾ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് പുള്ളി ഒത്തിരി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അഭിനയിച്ച പടങ്ങളുടെ പേര്, നാടകങ്ങളുടെയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ട്, അപ്പോൾ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് കാരവനിൽ കയറിയേക്കുന്നതാണ്. എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. അതിന് കാരവനിക്ക് ഇൻ്റർവ്യൂ ചെയ്തേക്കാണ്. അപ്പോൾ നല്ല വേഷം തന്നേ പറ്റുള്ളൂ. അപ്പോൾ സിജുവിന് പ്രത്യേക ഒരു ചിരിയുണ്ട്. പുള്ളി അങ്ങനെ അധികം സംസാരിച്ച് ഇഷ്ടംപോലെ സംസാരിക്കും. ആ പുള്ളിക്ക് ഞാൻ അയക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തിനാണെന്നറിയില്ല, ഡെലിവറിയോ അതെന്ത് സംഭവമൊന്നുമില്ല, എന്താണെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇതൊന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് പോയി. ഗുരുവായൂരമ്പലനിടയിൽ ഇറങ്ങാറായ സമയത്ത് ഒരാൾ വിളിക്കുകയാണ്. പോലീസേട്ടാണോ അതേന്ന് പറഞ്ഞു. ചേട്ടാ ഞാനൊരു പടത്തിൻ്റെ ടോവിനോ ഫിലിംസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, ബിനു നാരായണൻ. അപ്പോൾ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലുക്കൊന്ന് അയച്ചു തരാമോന്ന് ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തു. മരുത്തിയിട്ടൊന്നുമില്ലായിരുന്നു, അയച്ചു കൊടുത്തു. അത് നമ്മുടെ ബൈജു അവിടെ വെച്ച് എൻ്റെ വീശയ്ക്ക് പിരിച്ചിട്ട് വെറുതെ ഞങ്ങളുടെ സീനിലല്ല, അത് പുള്ളി ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് ലക്ഷക്കണക്കിന് ആൾ കണ്ട് അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയില്ല മാറ്റം, ഞാൻ അയച്ചു കൊടുത്തു. അതിപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പുള്ളി വിളിച്ചു, ചേട്ടാ ഈ മുടിയും മീശ ഒന്നും ചെയ്യരുത് കേട്ടോ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, ബാക്കി പിന്നീട് പറയാട്ടോ എന്ന് പറഞ്ഞു. വേറെ പടം എന്തെങ്കിലും പടത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല ഒന്നുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ, ഒന്ന് കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഒന്ന് അങ്ങ് എറണാകുളത്ത് വരാമോയെന്ന് ചോദിച്ചു. എന്താ വരാമെന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ മെട്രോ വന്നവർ കൊണ്ടുപോയി. അങ്ങനെയാണ് ചെന്ന് ഇതിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ മീശയൊക്കെ വലിയ കഥാപാത്രമാണ്. പക്ഷെ എന്താണെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ടാണ് അതിനകത്ത് ആ ഒരു എക്സസൈസിന്. നമ്മളിപ്പോൾ സിനിമ മൊത്തം പറയാൻ പറ്റത്തില്ല, അതിൽ നടക്കണതൊക്കെ ഭയങ്കര, അതായത് ഈ പ്രായത്തിൽ നന്നായിട്ട് ബോഡി കീപ്പ് ചെയ്ത് നല്ല രസമായിട്ടാണ് അതൊരു മാനറിസങ്ങളൊക്കെ. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് ഒന്നുകൂടെ പറയാമോ? ഞാൻ പറയത്തില്ല. ഈ പടത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പടത്തിലെ മരണമാസിലെ ആ ഒറ്റ ഡയലോഗ് ഒക്കെ ക്ലാസ് ഡയലോഗ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സാധനമാണ്. നമ്മുടെ സുനിൽ സുഗതി ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ മോൻ കൊണ്ടുവന്നിട്ട് നീരജ് ആണ്, ധീരജ് മകൻ എൻ്റെ അഭിനയിക്കുന്നത്. എന്നെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ പറയുകയാണ്, ഈ അനാഥാലയത്തെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അതിൻ്റെ കുറിപ്പുണ്ടെന്ന് പറയണത്. അപ്പോൾ പുള്ളി ഇവിടെ ഇങ്ങനെ താമസിക്കാൻ കാരണം പിന്നെ ഈ കിളവികളുടെ ആരും വന്ന് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് വട്ടല്ലേ എന്ന് ചോദിക്കണേ. കിളവികളുടെ വന്ന് താമസിക്കാൻ എനിക്ക് വട്ടല്ലേ. അപ്പോൾ ക്യാരക്ടർ അവിടെ കൊണ്ടാണ് നമ്മൾ രജിസ്റ്റർ ആവുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛനെ കൊണ്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതായത് വൃദ്ധസദനത്തിലാക്കുമ്പോൾ ഒരു അതാണ്ട് വെച്ചിട്ടാണ് സുഗതൻ സാർ അത് സംസാരിക്കുന്നത്. ഉടനെ എനിക്ക് ഈ കളവികളിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അപ്പൊ തന്നെ ക്യാരക്ടർ രജിസ്റ്റർ ആയി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനം പറഞ്ഞ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്നാ ഇവനെന്നെ പറഞ്ഞു വിടുന്നത്. എടാ നിനക്ക് എന്ത് എൻ്റെ കൂടി എന്താ ലക്നൗവിലേക്ക് കൊണ്ടുപോയാൽ ഇവരോട് ചോദിക്കണം. അപ്പോൾ എന്നോടുള്ള ഇതും ഇതൊക്കെ കാണിച്ചിട്ട് ചെയ്യണം. അപ്പോൾ പുള്ളി അപ്പം ഇങ്ങേര് ചോദിക്കുകയാണ് ഈ ലക്നൗ എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് സുഗത ചോദിക്കുന്നത്, സുനിൽ ചോദിക്കുന്നത്. അപ്പോൾ ലക്നൗവിന് നിൻ്റെ അമ്മയുടെ കൂടെ പറയുന്നുണ്ട്. ശരിക്കും എന്ത് സംഭവം എന്നറിയാം. അപ്പോൾ ആദ്യം ഇതിനെ പറ്റി നീ ഡയലോഗ് ഞങ്ങൾ പറഞ്ഞ പുള്ളിക്കറിയില്ല എന്താ സാധനം എന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാനതിയായിട്ട് പുള്ളിയെ കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, പരിചയമില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ അർച്ചന തർത്തി ഉണ്ടോട്ടോട്ടിൽ ഞങ്ങളൊരു ഉണ്ടായിരുന്നു പടത്തിലുണ്ടായി ഒരുമിച്ചുള്ള കോംബോ ഇല്ലായിരുന്നു. പുള്ളിനെ കണ്ടിട്ടില്ല. പുള്ളി സിനിമ കണ്ടപ്പോഴാണ് പുള്ളി ഇതിനകത്തുണ്ടെന്ന് അറിയാം. ഐശ്വര്യലക്ഷ്മിയുടെ അതിനകത്താണ് ഞാൻ ശരിക്കും കാസ്റ്റിംഗ് കളി കൂടെ ആദ്യത്തെ സിനിമ. അതാണ്, അത് വലിയ വേഷമായിരുന്നു. 6 കിളവന്മാരാണ് അന്ന് ഐശ്വര്യയുടെ കൂടെയുള്ള 6 കിളവന്മാരുടെ ലീഡർ ഞാനായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഐശ്വര്യയുടെ ഇതുപോലെ തന്നെ ഡയലോഗുള്ള ഒത്തിരി ഡയലോഗുണ്ട്. രമേശ് പിഷാരടി. പക്ഷെ അതില് ഇപ്പൊ നമ്മൾ പോലും അത് ഏതാന്ന് ചോദിക്കുന്നത്. ഷീപ്പട അങ്ങനെയല്ല, അത് കുറേ സീനുകളൊക്കെ ഉണ്ട്. അത് അല്ലെങ്കിൽ ആദ്യത്തെ കാസ്റ്റിംഗ് കളി കൂടെ ഒറ്റ പടമുള്ളൂ കാസ്റ്റിംഗ് കളി കൂടെ. ബാക്കിയൊക്കെ എന്നെ എല്ലാം ഡയറക്ടർമാർ വഴിയോ അല്ലെങ്കിൽ അസോസിയേറ്റ് അങ്ങനെയായിട്ട് വന്നേക്കുന്നത്. ഞാൻ അവളുടെ ആ ഡയലോഗ് പറയാം, ബാറിൽ പറ്റി പിടിച്ച് ഇങ്ങനെ ഈ രാജേഷ് കില്ലറായിട്ട് ഇങ്ങനെ സംസാരിക്കും. വീഴുമ്പോഴും അപ്പോൾ പുള്ളിയുടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ എടുത്ത് അടിച്ച് കീലായി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അതിനേ ഉള്ളൂ. ജപ്പാനിലേക്ക് അങ്ങനെയാ, അവിടെ ഫാദറിലൊക്കെ എന്തുവാ ഇത് വല്ല അവനറിയാം. ജപ്പാനിലെ ഫാദർ ലോ ഒക്കെ അങ്ങനെയാണോ അച്ഛാ? എനിക്കറിയില്ല, ഞാൻ ഡയറക്ടറോട് ചോദിക്കുന്നത് ചോദിച്ചില്ല. ഞാനായിരിക്കും അല്ലായിരിക്കും എന്തെങ്കിലും ആര് പോയി ജപ്പാനിൽ പോയി ചോദിക്കാൻ പോണേ. എനിക്ക് ക്യാമറയ്ക്ക് പറയാൻ പറ്റാത്തതാണ്. അവിടുന്ന് ശേഷം അച്ഛൻ പറഞ്ഞല്ലോ ഈ സുഗതൻ സാറുമായിട്ട് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചിരുന്നതിൽ പുള്ളി ഞെട്ടിപ്പോയോ? അത് പുള്ളി അപ്പം ഞാൻ പുള്ളി ഈ ലക്നൗ വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മാറിക്കടാന്ന് പറയാൻ ഡയറക്ടറെ പലസട്ടോ ഓക്കെ എന്ന് പറയും. അപ്പോൾ നോക്കി വീണ്ടല്ലോ സുനിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അപ്പോഴും ഞാൻ ഈ ഡയലോഗിൽ പുള്ളി ക്രീപ്പാണ്. പുള്ളിയുടെ ഞങ്ങൾ ആരും അറിയില്ല. അപ്പൊ കഥാപാത്രം വിട്ടു പോയപ്പോണ്ടാവുള്ളി പുള്ളി വിട്ടുന്നേ. പക്ഷെ അത് വിട്ട വന്ന് അല്ല പറയാണെന്നല്ലേ എനിക്കത് കഴിഞ്ഞപ്പോഴും ഞാനും എന്നാലും ആ പട്ടി അത് നല്ല പുള്ളി നല്ല നല്ല ആ മതിൽ ചാടുന്ന ഒറിജിനലായിരുന്നോ? അതൊക്കെ ഒറിജിനൽ തന്നെ. പിന്നെ അച്ഛാ അതിനകത്ത് ആ പട്ടിക്ക് വിഷം കൊടുക്കുന്നത് ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ. പട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പട്ടിയായിട്ട് നല്ല കമ്പനിയായിരുന്നു. ആ പട്ടിക്ക് പേരുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി ഞങ്ങൾ സാധനം കൊടുത്ത് ഈ ചിക്കൻ്റെ പീസാണ് തരുന്നത്. അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ അത് വരുമോ പിന്നെ അത് തന്നെ ഞാൻ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ കയ്യിലേക്ക് നോക്കണേ വരുമ്പോൾ തന്നെ. അങ്ങനെയാണ് ഇതിനെ പട്ടിനെ ഞങ്ങൾ നല്ല കമ്പനിയായി കഴിഞ്ഞു.
അപ്പോൾ പുള്ളിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടയ്ക്ക് ഈ പട്ടീനെ അടിക്കാൻ പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്നു, ഇങ്ങനെ പട്ടി എന്ന് പറയും, അത് പട്ടിക്ക് പ്രശ്നം. പിന്നെ ഞാൻ കൈ വകപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വരില്ല. അപ്പം എൻ്റെ ട്രെയിനർ ചോദിച്ചേട്ടാ അതെന്താ പറ്റുമെന്ന് അറിയാം, ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന് അടിക്കാനെന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ എറിഞ്ഞതാണ്. അപ്പം എറിഞ്ഞതാണെന്ന് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വരാത്തത്. അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ വീണ്ടും കൊണ്ടുവന്ന് പിടിച്ചു, ഞാൻ തലവടിയൊക്കെ പിടിച്ച് കഴിയാക്കി പിന്നെ റെഡി ആയിട്ടോ. പിന്നെ മറ്റേ കൂടെ വല്ലതും ഒക്കെ ആയിട്ടതുണ്ട്. ഇനി മരിച്ചതിന് ശേഷം ആ സീൻസ് കുറേ ഉണ്ട്, അതായത് ത്രൂ ഔട്ട് ആ സീൻസിൽ മരിച്ചിരിക്കണം. ആ മരിച്ച് അഭിനയിച്ചത് എങ്ങനെയാ? അതെ, അത് പറയാനുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്മൾ പടം ഇറങ്ങി, പടം അന്ന് ഒത്തിരി പേര് സിനിമ കഴിഞ്ഞപ്പോഴേക്കും കൊന്ന് ചോദിക്കുന്ന ഒത്തിരി പേര് ഡയലോഗ് പറഞ്ഞു, ഇൻ്റർവ്യൂ പോലെയൊക്കെ ചോദിച്ചും അങ്ങനെ കേട്ട് ഒത്തിരി കഴിഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നു, പോണു. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കമൻറ്റുകൾ വന്നു തുടങ്ങി. കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ്, നാച്ചുറലാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒത്തിരി കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ മരണമാസിൻ്റെ മാനേജർ വിളിച്ചിട്ട് പോലീസിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട്, പടം ഇന്നലെയല്ല 15-ാം തീയതി നമ്മൾ OTT-യിൽ വന്നല്ലോ, അതിനെപ്പറ്റി ഒരു ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അന്നാണ് വന്നിരുന്നത് 15-ാം തീയതി. അപ്പോൾ ഒരു സാധനം വഴി കൂടെ അയച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്, പടം കാണാത്തൊരു കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ചെയ്യാനുണ്ട്. അത് പുള്ളി എന്നെ വീഡിയോ എടുത്ത്. അപ്പോൾ ഈ പ്രശാന്ത് പൗലോസേട്ടൻ്റെ പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും കമൻറ്റ് വല്ലതും വന്നിട്ടുണ്ടെന്ന് പറയും, പേരെടുത്ത് പറഞ്ഞില്ല അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഞാനൊരു സാധനം ഇപ്പോൾ അയച്ചു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അയച്ചു തന്നു. അത് നമ്മളൊരു വലിയ ഇതിൽ പുള്ളി ഈ പറയുന്ന സാധനം ലോകം മുഴുവൻ ശ്രദ്ധിക്കും. പുള്ളിയും അത്ര പ്രാക്ടീസ് ചെയ്ത് പറയണേ, കറക്റ്റായിട്ടും പറയുന്ന ഒരാളാണ്. എന്നിട്ട് ഓരോരുത്തരെ പറ്റിയൊക്കെ പറഞ്ഞു വന്ന് അവസാനം വന്നപ്പോഴും പുള്ളി പറഞ്ഞു, ഈ സിനിമയിലൊരു കിളവനുണ്ട്, പൊരട്ട കിളവൻ, എന്തും മനുഷ്യനെ വെറുപ്പിക്കാവുന്നൊരു അങ്ങേയറ്റം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന, ബസ്സിൽ അത്തോട്ടെ ഗിഫ്റ്റൊക്കെ ഒക്കെ യൂട്യൂബ് ഇത് ചെയ്യണു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇതുപോലെ കണ്ടു വെറുപ്പിച്ച മനുഷ്യനെ കണ്ടു അവസാനം എന്നെ കൊന്നുകളയും. ഒരാശ്വാസമായി, പോയല്ലോ ഉണ്ടായിരുന്നു. അതൊരു പുളിയേലം പോലും എന്നിട്ടൊരു നടനായി ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങേരെ കുറ്റം പറയല്ലോ കേട്ടോ, അത് അങ്ങനെ ഞാൻ പറയണമെങ്കിൽ അങ്ങേരെ അത് എത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാധനം അയച്ചു. ഭയങ്കര ഇതായിട്ട് മതി. അത് സാധനം പള്ളി പുള്ളിയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം അതിൻ്റെ പേരൊക്കെ മറന്നുപോയി, ഏതൊരു ഇതിൽ തന്നെ വരുന്ന ചാനൽ വരുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് വന്നു. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി അവിടെ വരെ വന്നു. മറ്റേ എന്നെ മരിച്ചതിന് ശേഷമുള്ള സംഭവത്തെ പറ്റി പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ആരും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് ഒരു 10-12 തിയേറ്ററുകളിൽ പോയി, പ്രമോഷന് വേണ്ടി പോയി. സ്ഥലത്തൊക്കെ പോയിരുന്നിടത്ത് എല്ലാം ഭയങ്കര അഭിപ്രായം, അച്ഛനെ പറ്റി, ക്യാരക്ടറെ പറ്റി ഗംഭീരമായി കാണുന്നവരും. ഇപ്പോൾ കൊച്ചു പിള്ളേരും, ഈ 3-4 വയസ്സുള്ള കുട്ടികളും അതിൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്, ഞാൻ ഈ പള്ളിയായിട്ട് കണക്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഈ പടം ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയാം, തിയേറ്ററിൽ പോയി കാണൽ കുറവാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ സാധനം ഇത്രാതി ഇറങ്ങണം എന്നൊക്കെ ഒരു ഫോട്ടോ ഒക്കെ പിന്നെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ പരസ്യങ്ങൾ എല്ലാ പോസ്റ്ററിലും ഞാനുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് വലിയൊരു ഞാൻ പറഞ്ഞില്ല, ഇവനോട് പോലും പറയണ്ടായില്ല, അവനോട് പോലും പറഞ്ഞില്ല ഈ ക്യാരക്ടർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു സാധനം കുഴപ്പമില്ലാത്തൊരു വേഷം ഉണ്ടെന്ന് മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ ഇതിലൊന്നും എൻ്റെ ഫോട്ടോ ഉണ്ട്. അത് ഇങ്ങനെ പറഞ്ഞു, ഡയറക്റ്റ് പറഞ്ഞു, പരസ്യമായിട്ട് അത് ഒരു സസ്പെൻസിന് വെച്ചേക്കണമെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കൊല്ലത്തുനിന്നൊരു വിളി, പോലീസോട്ടോ ഞങ്ങളിവിടെ ബോണ്ടടിച്ച് നിൽക്കുക, ഒരു ബോർഡിൻ്റെ കീഴിൽ പോലീസിൻ്റെ ഫുൾ ഫിഗറിൽ ഒരു വലിയൊരു ബോർഡ് ഇവിടെ ഇരിക്കണം. അവർക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ കൊല്ലത്തുനിന്ന് ആദ്യം വിളിയായിരുന്നു. പിന്നെ പല സ്ഥലത്ത് വിളിക്കാൻ തുടങ്ങി, ബോർഡുകളിൽ ആദ്യം വന്നു. അതിനുശേഷമാണ് പോസ്റ്ററിൽ എൻ്റെ വന്നു തുടങ്ങി. പിന്നെ മിക്കവാറില്ല പോസ്റ്ററിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഇത് കിട്ടി, അത് വായിച്ചു. അപ്പോൾ അവിടെ പിന്നീട് ആദ്യമായിട്ട് ഇതുകൂടെ തന്നെ ഒരു ഇരിഞ്ഞാലിക്കുട ഭാഗത്താണ്. അവിടെ പടം ഇറങ്ങി ആളുകൾ കൊണ്ടുപോകാൻ വരി വന്നു ഫോട്ടോ എടുക്കണം. ഈ ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ, മുസ്ലിം ഉമ്മമാരൊക്കെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് സാറേ എന്ന് ജീവിക്കണം. അപ്പോൾ എനിക്കത് ഭയങ്കര, ഇവരൊക്കെ ഇങ്ങനെ സിനിമയായിട്ടൊക്കെ മുകളിലൂടാണ്. അവരൊക്കെ ഒരു വെച്ച് ഫോട്ടോ എടുക്കല്. പിള്ളേരൊക്കെ ചിലർ വന്നിട്ട് എൻ്റെ പതുക്കെ വീശിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർ ഒത്തിരി പേര് വന്നായി. അപ്പോൾ ചിലർ വേട്ടം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ കരഞ്ഞവരൊക്കെ ഉണ്ട് പിള്ളേർ. കുറേ ഒരു സ്ക്രീനിലേക്ക് നോക്കായിരുന്നു എന്നൊക്കെയുണ്ട്. ഇവർക്കൊക്കെ ഞാനൊക്കെ പട്ടിയുടെ കൂടെ കളിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര, ഈ പിള്ളേരൊക്കെ ഭയങ്കര ശരിയായിരിക്കുന്ന ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ വെച്ചൊരു കൊച്ചല്ല ഒരു കപ്പിള്.
അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യം ഒരു 3-5 വയസ്സുള്ള കൊച്ചു അച്ഛൻ്റെ കയ്യിൽ ഇരിക്കണം. അവൻ എന്നെ ഇതുപോലെ തന്നെ പതുക്കെ നോക്കണം, പതുക്കെ വന്നിങ്ങനെ 10 തൊട്ട് നോക്കണം, ഈ തൊട്ടു പറഞ്ഞു പുള്ളി ഇങ്ങനെ ആ മരിച്ച കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ചോദിക്കണേ, അത് ചേട്ടാ എനിക്കൊരു ഇതിനകത്ത് ബാക്കി ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു, അത് അല്ല ഈ മരിച്ചു കഴിഞ്ഞിട്ടേ സാധാരണ മരിച്ച് നമ്മൾ ഡെഡ് ബോഡി കിടക്കണോ, ചെറുത്ത് വെക്കണോ, അല്ലെങ്കിൽ അതിന് അനുശോചനം അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് പല ബസ്സിലും മറ്റേ ട്രോളിയിൽ പിന്നെ മതിലിൻ്റെ മേൽ ഇവരെടുത്തുകൊണ്ട് കിടക്കണോ, ഷോപ്പെട്ടിയിൽ അപ്പോൾ എവിടെയൊക്കെ ഇട്ടൊക്കെ ഇതെങ്ങനെയാണ് അത് ശരിക്കും ഇത് മരിച്ച ഒരാളല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സത്യം. ഞാൻ ആ സിനിമയിൽ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ, അതായത് ഒറ്റ ഇതിൽ പോയി കഴിഞ്ഞ് ശ്വാസം എടുത്തതിന് ശേഷം പിന്നെ ശ്വാസം വിടാൻ അതായത് ആക്ടർ എന്ന നിലയിൽ നമുക്ക് ശ്വാസം വിടണ്ടേ, അല്ലെങ്കിൽ നമുക്ക് റീടേക്ക് ഉണ്ട് എല്ലാം ശരി. പക്ഷെ ഞാൻ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയെങ്കിലും കണ്ണ് ചിമ്മുന്നുണ്ടോ, വയറ് പോകുന്നുണ്ടോ, ഇവിടെ ഇടിക്കുന്നുണ്ടോ, നമ്മൾ ഒരു ക്യൂരിയോസിറ്റിയുടെ അങ്ങനെ നോക്കുള്ളൂ. ഞാനങ്ങനെ നോക്കുന്നത്, ഞാൻ മാർക്കിടാൻ പോകുമ്പോൾ നോക്കുന്നത് ഈ റിമാർക്കുകളെ നോക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് മൈൻഡ് സെറ്റ് ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ വെച്ച് നോക്കും. അത് എന്താണെന്നറിയില്ല, ഒരു പക്ഷേ അയാൾ എത്രത്തോളം കോൺഷ്യസ്. കാരണം ഇത് പറയാനുള്ള ഒരു കാരണം എന്താ, ഞാൻ ഇതുപോലെ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ ഫിലിമിലാണ്, അത് പുറത്ത് വന്നിട്ടില്ല. അതിൽ ഡെഡ് ബോഡി ആയിട്ടാണ് എന്നെ കൊല്ലുന്നു ഡെഡ് ബോഡി. അപ്പോൾ അതിന് ഷൂട്ട് പല ആംഗിളിൽ നിന്ന് വേണം എടുക്കാൻ. അതായത് ബ്ലഡ് വന്ന് കിടക്കുന്നതാണ് ആംഗിൾ. ആ ബ്ലഡ് വന്ന് കിടക്കാൻ നേരത്ത് അതായത് ഇവിടെ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഇരിക്കണം, ഇതിലിങ്ങനെ ബ്ലഡ് പോകുന്നത് തറയിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് ചിമ്മി. മനസ്സിലായി, 2-3 വട്ടം എടുക്കേണ്ടി വന്നു. അതായത് നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് ചിമ്മും, അത് പറ്റൂല, നമുക്ക് നമ്മൾ ട്രെയിൻഡ് ഒന്നും അല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ ഡെഡ് ബോഡി ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി, ബ്രീത്തിങ് പോലും നമ്മൾ ശരിയാക്കണം. അതായത് ആ ഷോട്ടിന് വേണ്ടി അത്രയും ആൾക്കാർ നിൽക്കുന്നതിന് വേണ്ടി മറ്റവൻ എടുത്ത കുഴിയിൽ നിർത്ത അച്ചാന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യണം, അല്ലേ? എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ അതിലും എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതാണ് ട്രെയിൻ. പക്ഷെ ഇതാരും ശ്രദ്ധിച്ചില്ല. ഈ കുട്ടിയാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സംഭവം. അപ്പോൾ കുറച്ച് എങ്ങനെ സാധിക്കണത്, ഒന്ന് ദൈവകൃപ, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ 100% ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. 1. 2, ഞാൻ 40 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്രീത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയാം. സംഭവം 2ആണ്. അപ്പോൾ അത് ഇങ്ങനെ പിന്നെ തന്നെയല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ പല വലിയ നടന്മാർ വരെ മരിച്ചെടുക്കുമ്പോൾ കണ്ണ് തുറക്കില്ല, പക്ഷെ കൃഷ്ണമണി അനങ്ങുന്നുണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വയറ് ശ്വാസം കണ്ടിട്ടുണ്ട്, വീട് കിടക്കുമ്പോൾ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരക്ടർ അത് നേരത്തെ പറഞ്ഞൊരു സാധനം, ഈ നമ്മുടെ ശിവപ്രസാദ് സാർ ഡയറക്ടർ, ഞങ്ങൾ ക്യാരക്ടറെ പറ്റി ആദ്യം പുള്ളി എനിക്ക് വിശദീകരിച്ചെന്ന് പറഞ്ഞു, ചേട്ടൻ ഇതുവരെ വല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. വേഷം എന്ന് മാത്രമല്ല മരിച്ചഭിനയിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ മരിച്ചു കഴിക്കുന്നൊക്കെ പറയില്ലേ, വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ പക്ഷേ ഇത് കഴിഞ്ഞ് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ അളവിൻ്റെ അങ്ങനെ പല പ്രാവശ്യം പോയി അളവ് മറ്റേ ആ ഡെമ്മിക്ക് വേണ്ടിയിട്ടൊരു ഒരു ദിവസം 4 മണിക്കൂർ നിന്ന് തന്നെയാണ് എടുത്തത്. പിന്നെ അത് 4 മണിക്കൂർ ഇരുന്ന് ഡെമ്മിയുണ്ട്. ഡെമ്മി ആ ഒറ്റ പ്രാവശ്യം കാണിക്കേണ്ടതെന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്യേണ്ട വരും എന്ന് വിചാരിച്ചിട്ടാണ് ഡെമ്മി ചെയ്തത്. എനിക്ക് ഒറിജിനലായിട്ട് ചെയ്തു. പക്ഷേ അത് ആ ചെതയെന്ന് വലിച്ചുകൊണ്ട് പോകണ്ടേ, അത് മാത്രമേ ശരിക്കും ഒറിജിനൽ ഡെമ്മിയുള്ളൂ. ചെതയെന്ന് കത്തി കഴിഞ്ഞിട്ട് വലിച്ച് അത് ആ ഡെമ്മിനെ വലിച്ചോണ്ട്. ബാക്കിയൊക്കെ പിന്നെ വീഴുന്നത് അതൊക്കെ വേണ്ടി വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് അത് ഒറിജിനൽ അറിയില്ല. പുള്ളി ഈ സാധനം കൊണ്ടുവന്നിട്ട് മനവാണ് ആർട്ട് ഡയറക്ടർ. അവർ ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടപ്പള്ളിയിൽ പോലീസോട്ട് 1 മിനിറ്റ് ഒരു കറക്ഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഒരു ഡെസ്കിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിക്കും. കാരണം ഞാൻ അവിടെ ഒരു ചട്ടിയിട്ടിട്ട് കിടക്കണം, മീശയും മുഖത്തിന് കമ്പി രോമൊക്കെ ഫ്രെയിം, ഭയങ്കര സംഭവം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ രോമത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സാധനം എടുത്ത് അത് അത്ര ഗംഭീരമായിട്ട് ചെയ്യും. പക്ഷെ അത് ആവശ്യം വന്നില്ല, ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തത്. ഒരു പ്രാവശ്യം ഈ കില്ലർ തന്നെ ബസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നൊരു സീനുണ്ട്, അത് സിനിമയിൽ എന്ന് എനിക്ക് ഡൗട്ട്. സീൻ കാണിക്കുന്നില്ല. ആക്ച്വലി ഞാൻ OTT മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കണ്ടപ്പം അത് പോയിന്ന് മാത്രം ഒരു ഇത് പറയുന്നതേ ഉള്ളൂ.
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതില് ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ബസ്സിൽ നിൽക്കുന്നതും ആ ചാരി കിടക്കുന്നതും ബേസിൽ അത് ഇടിയിപ്പിക്കുമ്പോ പോലും ചലിക്കാണ്ട് ചിരിക്കാണ്ടിരിക്കുന്നത് ഒരു സീനുണ്ട്. അതൊക്കെ വെൽ ട്രെയിനിങ് വേണം അതിനൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷമാണ് സ്ക്രിപ്റ്റ് വരുന്നത്. സ്ക്രിപ്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓഹോ ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് മാത്രമായിട്ട് എനിക്ക് തന്നിരുന്നു. ചേട്ടാ കൊണ്ടുപോയിട്ട് ചേട്ടൻ അതിനെ മാക്സിമം എൻ്റെ അപ്പോൾ ഞങ്ങൾ തമ്മിൽ 2 സീൻ എടുത്ത് നോക്കിച്ചു. ആദ്യം ഒരു സീൻ ചെയ്തു, അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് വേറെ സ്റ്റൈലിൽ ചെയ്യാമെന്ന് വെച്ചാൽ വേറെ സ്റ്റൈലിൽ അത് വേറെ ടൈപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ സീൻ തന്നിട്ട് അത് നോക്കാമെന്ന് അത് നോക്കി കഴിഞ്ഞ് പുള്ളി ഞങ്ങൾ ഓക്കെ ഇനി മോളിൽ നിന്ന് ഓർഡർ വരണം. ടോവിനൊക്കെ അയച്ചോ, ടോവിനെ ഓർഡർ ഇട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇതെന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. പിന്നെ വേറെ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സാധനം വായ ഒളിച്ച് കിടക്കാറുണ്ടോ, വായ ഒളിച്ച് കിടക്കുക അല്ല വായ കൂട്ടും കണ്ണടച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ശ്വാസം മൂക്കിൽ കൂടെ ശ്വാസം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയും. കാരണം എവിടെയെങ്കിലും കനക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വായ പതുക്കെ തുറന്ന് വെച്ചു. അപ്പോൾ പോലീസിൻ്റെ വായ അടയ്ക്കാൻ പറഞ്ഞു വായ അടയ്ക്കണ്ട ഇച്ചിരി തുറന്നിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ഇരുന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു അളവ് വെച്ചിട്ട് എപ്പോഴും എൻ്റെ വായ ഇച്ചിരി. അപ്പോൾ എനിക്ക് വായക്കൂടെ ശ്വാസം എടുക്കാം. വാ കാണുന്നില്ല അതെങ്ങനെ എടുക്കണം അല്ല വാ മീശ കൊണ്ട് വാ കാണുന്നില്ല അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് വായ അങ്ങനെ നോക്കിയേ ഇല്ല ഇങ്ങനെ തന്നെ ഇരുന്നത് വായിക്കൂടെ ഞാൻ ശ്വാസം എടുക്കുകയും ചെയ്തു. ആ ഡയറക്ടർ പറഞ്ഞ് ക്യാമറ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും കട്ട് പറഞ്ഞ് 15 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജീവിക്കും. അതുവരെ ശരിക്കും ഡെഡ് ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് ഞങ്ങൾ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇതുകൊണ്ട് ബസ്സിൽ വെച്ചിട്ടൊരു പടം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പോൾ ബേസിൽ ഞങ്ങൾ വേണ്ടി ഇരിക്കുന്ന സമയത്തിന് അപ്പോൾ ബേസിൽ പറയുമ്പോൾ അപ്പോൾ ഈ അതുപോലെ ആങ്കർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി വരാം ഈ പൗലോസറിനെ എടുത്തുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനും പുള്ളിയും പിന്നെ സുരേഷ് കൃഷ്ണ, സിജു, പിന്നെ കില്ലർ അവർ 4 പേരും കൂടി രാജേഷ് ഞങ്ങൾ വിളിച്ച് അർച്ചനയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജേഷ് നേരത്തെ പരിചയമുണ്ട്. ഇവർ വേണ്ടി ആയിട്ടുകൊണ്ടുപോയി. അപ്പോൾ ഈ ബേസിൽ ഈ പൗലോസേട്ടനെ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് ശവമല്ലായിട്ട് ശരിക്ക് തളർന്ന് മുങ്ങേരി ശവമായിട്ട് കിടക്കണം. അതുകൊണ്ട് വെയിറ്റ് ഡബിളാണ്. സത്യം അതെനിക്ക് വലിയൊരു ക്രെഡിറ്റ് അല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡയറക്ടറിനാണ്. നടൻ പുള്ളി ഫുൾ ഓക്കെ A+. പക്ഷേ ഡയറക്ടർ എനിക്ക് മിന്നലും മുരളി ഒരു ഒറ്റപ്പടം മതി പുള്ളിയുടെ ആ ഡയറക്ടറുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ് ഈ പറയുന്നത്. അതെനിക്ക് കിട്ടിയൊരു ഭയങ്കര സന്തോഷം. അല്ല അത് ഞാൻ പറഞ്ഞില്ല, അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ കഴിഞ്ഞും ശ്രദ്ധിക്കപ്പെട്ടത് നമ്മളൊക്കെ OTT വന്നിട്ടാണ് കാണുന്നത്. സാധാരണ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഭയങ്കര സിനിമ തിയേറ്ററിൽ കണ്ടാലേ. അല്ല ഞാനത് എല്ലാ പടവും തിയേറ്ററിൽ കണ്ടിരുന്ന ആളാ. അപ്പൊ എനിക്ക് നമ്മുടെ ചാനൽ തുടങ്ങി, പിന്നെ പനി പിടിച്ച് കുറെ നാളായി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ കണ്ടത്, ഞാൻ വെറുതെ എല്ലാ പടവും കാണുന്നുണ്ട്. എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസം അതെന്താണല്ലോ അതല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം പോയി കാണും. ഞാൻ സിനിമ ഇന്റർവ്യൂ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ നല്ല ആസ്വാദകം. ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ടുള്ള അവരുടെ ആക്ഷൻസ്, എല്ലാവരും നടന്മാരെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പുറകെ നിൽക്കുന്നവരുടെ ചിരി, അവരുടെ ഡാൻസിന്റെ സ്റ്റെപ്പ്, ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യും. എനിക്ക് അതിട്ട് അവരുടെ മുഖത്തിലെ ചിരിയാണ് ഞാൻ കൂടുതൽ ആസ്വദിക്കുന്നത്. വലിയ അഭിനയമുഹൂർത്തം എന്നല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ശരിക്കും തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതായത് നാടക അഭിനേതാവും സ്വന്തമായി നാടക സമിതി ഉണ്ടായിരുന്ന ആളായിരുന്നു അല്ലേ. സംവിധായകൻ എഴുത്തുകാരനോട് റേഡിയോ നാടകം അങ്ങനെ അതിൻ്റെ എല്ലാ വേർഷനും നാടകത്തിന് എല്ലാ ഭാഗത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. എക്സ്പീരിയൻസ് സ്വന്തമായി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നാടകം തുടങ്ങിയെന്നല്ലേ എന്നോട് പറഞ്ഞു. ട്രൂപ്പ് തുടങ്ങിയത് അതെന്താ അത്രയും എന്തായിരുന്നു ഇത്രയും ഇങ്ങനെ അഭിനയത്തോട് ഇത്രയും? അത് വെച്ചിട്ടുണ്ടെങ്കിൽ അമച്ചർ നാടകങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ നാടകത്തിൽ തന്നെ നല്ല നാടകം എന്നുള്ളൊരു പേര് കിട്ടി. അതിനെപ്പറ്റി കുറേ പറയേണ്ടി വരും. പറഞ്ഞു കുഴപ്പമില്ല, അത് ശരിയായിക്കോട്ടെ. ഞാൻ പള്ളിയിൽ നിന്നാണ് എൻ്റെ തുടങ്ങിയത്. പള്ളിയിലെ സംഘടനകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ മീറ്റിങ്ങിലും എന്തെങ്കിലും പരിപാടി തന്നെ ഉണ്ടാവും. ഒന്നെങ്കിലും ഒരു ഉപന്യാസം എഴുതി വായിക്കുക, അല്ലെങ്കിൽ ഒരു ഗാനം ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ സെക്രട്ടറി ഇല്ലെങ്കിൽ റിപ്പോർട്ട് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജനങ്ങളായിട്ടുള്ള സംവേദനം അവിടെ നിന്നാണ് തുടങ്ങുന്നത്, പബ്ലിക്കായിട്ടുള്ള തുടങ്ങുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വേഷം കെട്ടി അഭിനയിക്കുന്നതും സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഇന്നത്തെ സ്കിറ്റ് എന്ന് പറയുന്നത് പ്രഹസനം എന്ന് പറയാം. ചെറിയ സാധനം ഒരു സീൽ 2 സീൽ 3 ചെയ്തിട്ടൊക്കെ ഉണ്ട്.
അവിടെ ആദ്യത്തെ ഒരു വാർഷികത്തിന് പോലെ തന്നെ ഒരു ചെറിയൊരു ഹോളുണ്ട്, ഓടൊക്കെ ഇട്ട ഒരു ചെറിയ ഹോള്. അപ്പോൾ അവിടെ ആദ്യത്തെ വേഷം പെണ്ണായിട്ടാണ്. എൻ്റെ കൂട്ടുകാരി മേരിയുടെ പാവാടയും നീലപ്പാവാടയും വെള്ള ബ്ലൗസ് ഇട്ട് പെണ്ണായിട്ട് മുടിക്ക് പകരം തോർത്തിങ്ങനെ കെട്ടിയിട്ടിട്ട് മറ്റു ഡയലോഗുള്ളൂ. അപ്പച്ചാ കുറച്ച് പച്ചവെള്ളം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതാണ് ആദ്യത്തെ വേഷം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നാടകം വരുമ്പോൾ ഒന്നും നമ്മളില്ല, അന്ന് ആണ് പെണ്ണായിട്ടാണ് കളിക്കുന്നത് പള്ളിയിലൊക്കെ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, പല അവസരങ്ങളൊന്നും ആയില്ല. കല്യാണം കഴിഞ്ഞു, കുട്ടിയായി. അപ്പോഴിങ്ങനെ പിന്നെ മോഹം മനസ്സിലുണ്ടെങ്കിലും അത് ഞാൻ ടൈലറായിരുന്നു എൻ്റെ അന്നത്തെ പ്രൊഫഷൻ. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചൊരു 2-3 വർഷം കഴിയുമ്പോൾ മദ്രാസിൽ ഇങ്ങനെ യാതൊരുമായിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് മദ്രാസിൽ പോയത് സിനിമാ മോഹമാണോ? ഇല്ല, അന്ന് സിനിമയൊന്നും മനസ്സിലില്ല, അഭിനയിച്ചിട്ടില്ല. അല്ല, ഇവിടെ നിന്ന് എല്ലാവരും വണ്ടി മദ്രാസിൽ സിനിമയാണ്. അല്ലല്ല, അപ്പം അത് ഈ ടൈലറിങ്ങിൻ്റെ അത് പിന്നെ അപ്പോൾ അവിടെ പോയി ഒരാൾ വന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് അവിടെ പോയത്. അവിടെ ഞാൻ ചെന്ന് വിട്ടത് തയ്യൽ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലി നോക്കാതെ. തയ്യൽ എനിക്ക് സംഗതി കലയാണല്ലോ, ഇഷ്ടമാണെങ്കിൽ അതിന് നമുക്ക് യാതൊരു ഫ്രീഡവും ഇല്ല, രാത്രിയും പകലൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതെങ്കിലും നോക്കി അവിടെ ചെന്നു. പക്ഷേ ചെന്ന് വിട്ട് വീണ്ടും തന്നെ ചെന്നു. അതൊരാളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ആ വീട്ടിൽ താമസമുണ്ട് തന്നെ. 1-ലും 3-ലും 5-ലും പഠിക്കുന്ന 3 കുട്ടികളുണ്ട്. ഞാൻ അവരുടെ ഈ ബുക്ക് നോക്കിയിട്ട് പടങ്ങൾ വെച്ച് കണ്ടിട്ട് ഞാൻ തമിഴ് തന്നെ പഠിച്ചതാണ്. എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. അങ്ങനെ നമ്മളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അതൊരു അങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഈ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നില്ല. കടയിൽ 10-12 വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കട പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മുടെ കടയിലുണ്ടായിരുന്നൊരു പാർട്ടി അവിടെ പോയിട്ട് ഈ അയ്യമ്പുഴ പ്ലാന്റേഷനിൽ അവിടെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങി. അപ്പോൾ ആളുകളവിടെ സെറ്റിലാക്കി തുടങ്ങി. ഇപ്പോൾ അവിടെ ഒരു പള്ളി, ഓല ഷെഡിൽ ഒരു പള്ളി തുടങ്ങി. അവർ പെരുന്നാളിന് ഒരു നാടകം കളിക്കാനുള്ളൊരു അവസരം വന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് അവിടെ കട തുടങ്ങി, തുണിക്കട തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു തയ്ച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ അവിടെ ഇവിടെ തയ്ക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു ദിവസം വന്നിട്ട് പോലീസ് ചേട്ടാ നാടകം കളിക്കാൻ ചാൻസ് വന്നിട്ടുണ്ട്, 300 രൂപ വരും അച്ഛൻ, അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കളിക്കാൻ പറ്റുമെങ്കിൽ ഒരു നാടകം കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു സ്ക്രിപ്റ്റ് എവിടെയാണ്? സ്ക്രിപ്റ്റ് ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു മാറ്റിയിട വരുത്തൻ്റെ ഒരു നാടകമുണ്ട്, നല്ല നാടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, 300 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് 50 രൂപയാണ് ഈ ഒരു നടിക്ക് ചാർജ് ഉള്ളൂ. പിന്നെ ഓർക്കസ്ട്രയ്ക്ക് 20 രൂപ 25 രൂപയൊക്കെയാണ്, ഹാർമോണിയം തമ്മിൽ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് 300 ബാക്കി നമുക്ക് ഉണ്ടാക്കാം, പൈസ നമുക്ക് പ്രശ്നം നാടകം കളിക്കാൻ ഒരു ചാൻസ് കിട്ടാല്ലേ. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആ നാടകം ഞങ്ങളെടുത്തു. അതിനകത്തൊരു ഫാദർ തോമസ് എന്നൊരു ക്യാരക്ടറാണ്, 65 വയസ്സുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് പലരും ആ വേഷം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് ആ ഡയറക്ടർ, അത് വേറെ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എടുക്കുന്നത്. എന്തായാലും ഇവിടെ നാടകം കളിച്ചു. അത് കരണ്ടൊന്നുമില്ല, പെട്രോമാക്സ് വെച്ചിട്ടാണ് സ്റ്റേജിൽ ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ഈ ഇതിന് ഗ്യാസിൻ്റെ ഇത് പറയുമ്പോഴേക്കും ആൾ ഈ പെട്രോമാക്സ് താഴെ ഇറക്കി വെച്ചിട്ട് എയർ അടിച്ചിട്ട് ആണ് കളിക്കുന്നത്, വീണ്ടും കളിക്കും. അങ്ങനെയാണ് നാടകം തീരുന്നത്. നാടകം ഏതാണ്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നാടകം തീർന്നു പോയി. മറ്റു പരിപാടിയൊക്കെ കഴിഞ്ഞ് നാടകം കഴിഞ്ഞ് ഞാൻ മ്യൂസിയൊക്കെ ക്ലീൻ ചെയ്ത് അവിടുത്തെ കൊച്ചച്ഛൻ്റെ ഉടുപ്പൊക്കെ വെച്ചിട്ടൊക്കെ കളിച്ചത്. നാടകം കഴിഞ്ഞപ്പോഴേക്കും അച്ചോ വിശുശേഖം സ്വീകാര്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇതിൻ്റെ പുറകെ നിറയെ ആളുകൾ വന്നിട്ട് ഇവരെന്നെ കെട്ടിപ്പിടിക്കേണ്ട അഭിനന്ദിക്കും വിരപ്പിട്ട് ശരിക്കും എനിക്ക് അത് ഇയാള് എന്താ പറയാൻ പറ്റാ ആദ്യത്തെ ഇവർ ഭയങ്കര സംഭവം. അപ്പോൾ ഒരു കന്യാസ്ത്രീക്ക് അത് പിതാവിൻ്റെ അനുവാദം തന്നിട്ടാണോ കളിച്ചതെന്ന് ചോദിക്കാം. ഇവർ ഞാൻ അച്ഛനാന്ന് വിചാരിച്ച ഒറിജിനൽ. അപ്പോൾ അത് ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് 75 സ്റ്റാറാണ് നിങ്ങൾ ഇപ്പോഴാണ് കണ്ടത്, കേട്ടല്ലോ. അങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ചെറു നാടകങ്ങൾ, പിന്നെ ഏകാംഗ നാടക മത്സരങ്ങൾ ഒക്കെ ആയിട്ട് ഒരു 10-100 നാടകത്തോളം ഒരു 4-5 വർഷം കൊണ്ട് കളിച്ചു. അതിനിടയ്ക്ക് ഈ ചങ്ങനാശ്ശേരി ഗീത, വൈക്കം മാളവിക, അന്നത്തെ വലിയ ട്രസ്റ്റ് സമിതികളൊക്കെ ചാൻസ് പറഞ്ഞെങ്കിലും അവസാന നിമിഷം എങ്ങനെയോ അത് പോകും. അതിനകത്ത് എനിക്ക് അഭിനയിക്കുന്ന മോഹം അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നാടകം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ അവസാനം മാറി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ നടത്താണ് ട്രൂപ്പൊക്കെ തുടങ്ങി. ഒരു പൈസ കയ്യിലില്ല, കാരണം എൻ്റെ കടയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഷോക്കേസും അതൊക്കെ ആയിട്ടൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ തീർന്നിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നതും. അപ്പോൾ കംപ്ലീറ്റ് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് ട്രൂപ്പ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു 20 വർഷം ട്രൂപ്പ് നടത്തി.
ട്രൂപ്പ് നടത്തി. കേരളത്തിലെ 10 സമിതികളൊന്നായിട്ട് പലപ്പോഴും ഈ അതിൻ്റെ അന്നൊക്കെ സർവേ ഒക്കെ ചെയ്യും. അന്ന് നാടകമാണല്ലോ ഉള്ളത്. സിനിമയൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ സീരിയലൊന്നും ഇല്ലല്ലോ. സിനിമ കഴിഞ്ഞാൽ നാടകം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ എൻ്റെ ചെറുതിൽ കഥാപ്രസവം അങ്ങനെ പറ്റും. ഞാനൊക്കെ എൻ്റെ ചെറുതിൽ അമ്പലത്തിൽ ഉത്സവത്തിനെ നാടകം കാണാൻ പോകുന്നത് 9 മണി 10 മണിയാകുമ്പോഴല്ലേ തുടക്കത്തുള്ളൂ. രാത്രി 1 മണി 2 മണി വരെ അമ്പലപ്പറമ്പിലിരുന്ന് അത് കാണാൻ ഭയങ്കര രസമാണ് നമുക്ക്. അതെൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. അങ്ങനെ കഴിഞ്ഞപ്പോഴേ ഞാൻ പിന്നെ ആ സമിതി തുടങ്ങുന്നു. അങ്ങനെ ഒരു 20 വർഷം ഒരു 3500-ൽ പരം വേദികളിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ട് പുറത്തുമൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. ഗോവ, പൂന, ഊട്ടി ഒക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നാടകങ്ങൾ കളിച്ചു. ഒരു 10-60 റേഡിയോ നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ ടെലിഫിലിംസ്, പിന്നെ ഒരു 4-5 ഏരിയയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് സിനിമ വരുന്നത് ഇതുപോലെ തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് 75-ൽ നാടകം കളിക്കുന്നു. 77-ൽ അവിടെ ഒരാൾ ഇതുപോലെ തന്നെ മൂക്കുന്നിൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ആദ്യമായിട്ട് നാടകത്തിൽ നടികളെ വെച്ച്, അതിന് മുമ്പ് ആണ് പെണ്ണായിട്ട് കളിക്കുന്നത്. നടികളെ വെച്ച് പുള്ളിയാണ് ആദ്യം അങ്കമാലി ഭാഗത്ത് നിന്നാണ് കളിക്കുന്നത്. പുള്ളി സംവിധാനം എന്ന് പറഞ്ഞാൽ ആദ്യം സംവിധാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് ഈ പ്രൊമോട്ട് ചെയ്യുന്നവർ തന്നെയായിരിക്കും മിക്കവാറും കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സംവിധാനം ഇനി പുറത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ പുള്ളി സംവിധായകനായിട്ടും അങ്ങനെ പുള്ളി ഇവിടെ നിന്ന് പുള്ളിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി ഉണ്ടായിട്ട് അതും കളഞ്ഞ് ഈ സിനിമയ്ക്ക് നാടകത്തിന് വേണ്ടി നടന്ന് അങ്ങനെ പുള്ളി വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയി പുള്ളി പിന്നെ ഇവിടെ നിർത്തിപ്പോയി വയനാട്ടിൽ പോയി സെറ്റായി. അങ്ങനെ ഇവിടെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ പള്ളിയിൽ എല്ലാവരും കൂടി സഹകരിച്ച് ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓഫീസ് വേണം. അങ്കമാലിയിൽ നിന്ന് കേന്ദ്രമായിട്ട് വന്നത് ഓഫീസിന് വേണ്ടി ഇങ്ങനെ അങ്കമാലി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു പയ്യൻ അവിടെ വർക്ക് ചെയ്യുന്ന പയ്യൻ എങ്ങനെ പറഞ്ഞ് അവൻ വന്നിട്ട് പറഞ്ഞു പുള്ളിയെങ്ങനെ ചാൻസ് ഉണ്ട്, ഒരു ഓഫീസിന് വേണ്ടിയിട്ട് മൂക്കുന്നിൽ സെബാസ്റ്റ്യൻ സിനിമ ചെയ്യാനാണ്, അപ്പോൾ നമുക്കൊക്കെ ചാൻസ് കിട്ടും. അപ്പോൾ എനിക്കൊരു എൻ്റെ ആദ്യത്തെ കട ഞാൻ കൊടുത്തില്ല, അത് ക്ലബ്ബായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ നാടകത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വർക്കുകൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ അമച്ചർ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റൂമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 2 റൂമുണ്ട്, 2 റൂമായിട്ട് കിടക്കുന്നത്. ഇതുപോലെ ഇത് ഫ്രണ്ടിൽ ഒരു മുറി, ഒരെണ്ണം ബാക്കിൽ വേണമെങ്കിൽ കൊടുക്കാം, ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കില്ല. അത് എനിക്ക് നാടകത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു അത് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു, അല്ലാതെ ഇരിക്കുമ്പോൾ കഴിയുന്ന കാരണം സിനിമയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരി എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ ബോർഡ് മാറ്റില്ല, എന്നാൽ ബോർഡ് മാറ്റണ്ടോ, അവർ മിത്ര മൂവീസ് എന്നിട്ട് വേറെ ബോർഡ് വഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അതിനകത്ത് നായകനെയാണിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ അവസാനം വന്നു കഴിഞ്ഞപ്പോഴേക്ക് അത് ഈ പലരുടെയും നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആർട്ടിസ്റ്റുകളിൽ നിന്നും ഒക്കെയാണ് ചെയ്തത്. അവസാനം ഷൂട്ട് തുടങ്ങാൻ നേരത്തെ ഒരു 10,000 രൂപയുടെ കുറവ്. അപ്പോൾ ഒരു 50,000-60,000 രൂപയുടെ ബഡ്ജറ്റ് അന്ന് 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സോമനെയും സുമാനെയൊക്കെ വെച്ചിട്ട് നായകനായിട്ട് സിനിമ ചെയ്യാം. അന്നത്തെ ആ സമയമാണ്. അപ്പോൾ ഒരു 10-50 രൂപയാണ് പുള്ളി ബഡ്ജറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പുള്ളിക്ക് ഒരു തരത്തിലും വരുന്നില്ല, ബാക്കിയെല്ലാം റെഡിയാണ്. വണ്ടാസിൽ നിന്ന് കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പണി ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കുന്നുണ്ട്, അവന് പൈസ ഉണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ വേഷം അവന് കൊടുത്തു, എനിക്കൊരു വേറെ വേഷം തന്നാൽ മതി, അടുത്ത പടത്തിൽ ചെയ്താൽ മതി. പുള്ളി അത് വേണോ, അവന് കുഴപ്പമില്ല. ആ പടം ആൽബത്തിൽ എൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ പടത്തിൽ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ പടത്തിലുണ്ട്. ഈ പടത്തിനകത്ത് പഴയത് കാണിക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ഉണ്ട് അതിനകത്ത്. അന്ന് നന്ന നായകവേഷം തട്ടിത്തെറിപ്പിച്ചിട്ട് ഇന്നാണ് സെറ്റായതല്ലേ. പക്ഷേ പടം ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പടത്തിൻ്റെ നിന്ന് പോയി. പിന്നെ അതുകൊണ്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞ് പുള്ളി ഒരു തിയേറ്ററിൽ 3 ദിവസം വിട്ട് അത് കാണാനും പോലും പറ്റിയില്ല ആ പടം. പിന്നീട് വീണ്ടും പടമില്ല. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് അന്ന് മദ്രാസിൽ നിന്ന് വന്ന ടീമുകൾ മൊത്തം പറഞ്ഞു മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ രമാമണി സാറായിരുന്നു സ്റ്റില്ല്. പുള്ളി പിന്നീട് മറ്റേ സ്വതന്ത്ര ഛായാഗ്രാഹകനൊക്കെ അയാളാണ്. പുള്ളിക്ക് അവിടെ സ്റ്റുഡിയോ ഉണ്ട്, സിനിമക്കാരുടെ ഏറ്റവും ബന്ധമുണ്ട്. അപ്പോൾ മാഷ് വന്നിട്ട് തമിഴും അറിയാവുന്നതുകൊണ്ട് ഇഷ്ടമുള്ള ചാൻസുകൾ വാങ്ങിച്ചു തരാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പിള്ളേരായിട്ടുണ്ട്. കടയാണെങ്കിൽ നല്ല രീതിയിൽ 10-12 രൂപ വർക്ക് ചെയ്ത് നല്ല കട നടന്നുകൊണ്ടിരിക്കണം. സിനിമ എന്താവും നമുക്കൊരു പിടിയില്ല. എനിക്ക് സിനിമയെ പറ്റി അറിയാം, കാരണം ഞാൻ മദ്രാസിൽ താമസിച്ചുകൊണ്ടിരുന്ന പ്രേംനവാസിൻ്റെ വീടിൻ്റെ അടുത്താണ്, നസീറിൻ്റെ അനിയൻ്റെ. അവിടെ ഈ കടുവാക്കുളം ആൻ്റണി, പിന്നെ നമ്മുടെ കടാമംഗലം ഏറ്റി തുടങ്ങി ഒത്തിരി അന്നത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്ന സ്ഥലം. അവർ മിക്കവാറും അവിടെ ഉണ്ടാക്കി ചീട്ടുകളിയും പരിപാടിയൊക്കെ ഉണ്ടാവും. പരിപാടി വല്ലപ്പോഴൊക്കെ വർക്ക്, വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാട് നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് സിനിമയിൽ പോയി എങ്ങനെയാവും എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ പോയില്ല. സിനിമ ഇവിടെയൊക്കെ അന്വേഷിച്ചു, ഇവയൊക്കെ പൈസ ചോദിക്കുന്നു, ഷെയർ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കുടുംബം നോക്കണം എന്താണ്. പിന്നെ നാടക സമിതിയിലേക്ക് വരുന്നത്. നാടക സമിതിയുടെ പേര് പറഞ്ഞില്ല. പൗർണമി അങ്കമാലി. ചിലപ്പോൾ ആരെങ്കിലും അച്ഛൻ്റെ ഈ നാടക സമിതി അങ്ങോളം ഇങ്ങോളം കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ഉണ്ടായിരിക്കും, വരാറുണ്ട്. ഇപ്പോഴും കമ്പനി ഇടാറില്ല. ഞാൻ പൊടിമരം
എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാടകത്തിൻ്റെ കിക്ക് നാടകമാണ് ഏറ്റവും വലിയൊരു നാടകമായിരുന്നു. ആ നാടകത്തിൻ്റെ പേര് പിന്നെ ഏകലവ്യൻ്റെ പേര്. ഏകലവ്യൻ ഞാൻ ദ്രോണാചാര്യമായിട്ട് അഭിനയിച്ചത്. കുടിമരത്തിലൊരു വില്ലനും നായകനും ഒരാളാണ്. ഒരു അഹമ്മദ് സുൽത്താൻ എന്നൊരു പ്രത്യേക ഒരു ക്യാരക്ടർ. അല്ല, ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് അയാൾ നായകനുമാണ്, ആ സമയത്ത് വില്ലനുമാണ്. അപ്പം മമ്മൂക്ക് ഇവിടെ നിന്നിട്ട് അതേ ആ ചേട്ടനോട് ഈ കളക്ടറേറ്റിലെ പ്യൂണെന്ന് പറഞ്ഞാൽ കളക്ടറേക്കാരും വലിയ ആളെന്നായിരിക്കും ഇരിക്കണത്. ഒറ്റ ഡയലോഗേ ഉള്ളൂ, ഡേയ് കുംഭകർണസേവ മതിയായില്ലേ വാ എന്ന് പറയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് വരുന്നതാണ്. ഡേ അപ്പം പുള്ളി പെട്ടെന്ന് ഞെട്ടി, കുംഭകർണസേവ മതിയായില്ലേ വാ എന്ന് പറയുമ്പോൾ പുള്ളി പിറകെ